ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററിയിലെ വിപ്ലവങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നീ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കായ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. പ്രീവിയസ് ഇയറിലൊക്കെ ധാരാളം ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയുണ്ടായാൽ ആ വ്യവസ്ഥ മാറ്റി പുതിയൊരു വ്യവസ്ഥ സ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുന്ന ഒന്നാണിത് ഫ്രഞ്ച് വിപ്ലവവും. ഫ്രാൻസിലും എന്താണ് നിലനിന്നിരുന്നത്? ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക ഘടനയിൽ ലഭിക്കുന്ന ഒരു ഉയർച്ച, അതായത് നമുക്ക് ഭൂമി കൂടുതലുണ്ടെങ്കിൽ ഉയർന്ന സ്ഥാനവും കുറച്ച് ഭൂമിയുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാനവും ലഭിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയാണ് ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഫ്യൂഡൽ വ്യവസ്ഥയാണ് ഫ്രാൻസിലും നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിൽ ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ലൂയി 16 ലൂയി 16 ഇത് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഓർത്തിരിക്കുക, ഫ്രാൻസിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ആരാണ്? ലൂയി 16 എന്ന കാര്യം ഓർത്തിരിക്കുക. ലൂയി 16 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് ഫ്രാൻസിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു മേരി ആൻ്റോണിയറ്റ്. ഇവർ എങ്ങനെയായിരുന്നു? ഇവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് വളരെ ധൂർത്ത് ഉള്ളതായിരുന്നു. അതായത് ധൂർത്തടിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ഈ പ്രഭുക്കന്മാർ നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, പ്രഭുക്കന്മാർ നയിച്ചിരുന്ന, അതായത് 3 എസ്റ്റേറ്റുകളായിട്ടാണ് അന്നത്തെ സാമൂഹിക ഘടനയെ തിരിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തേത് പ്രഭുക്കന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാർ, മൂന്നാമതാണ് സാധാരണ ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ടാണ് അന്നത്തെ സാമൂഹിക ഘടനയെ ഫ്രാൻസിൽ തിരിച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നയിച്ചിരുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം അഥവാ ധൂർത്തടിച്ച ഒരു ജീവിതമാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വരൾച്ചയും കൃഷിയിലുണ്ടായ നാശനഷ്ടങ്ങളും. അതും എന്തിലേക്ക് വഴിതെളിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു കാരണമായി മാറി. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ഫ്രാൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അമേരിക്കയ്ക്ക് സൈനിക സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നടത്തി? വലിയ നഷ്ടം ഫ്രാൻസിന് വരുത്തിവെച്ചു. അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് എന്തിലേക്ക് വഴിതെളിച്ചത്? ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചത്. ബേസിക്കായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് കാര്യം? അവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് പകരം മറ്റൊരു വ്യവസ്ഥിതി സ്ഥാപിക്കുക എന്നതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി വിശദമായിട്ട് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഓർത്തിരിക്കുക, 1789. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു നമ്പറാണ് അല്ലേ? 789 അങ്ങനെ ഓർത്തിരിക്കാം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം. ഈ ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞത് എന്താണ്? രാജ്യം എന്നാൽ വെറും പ്രദേശങ്ങൾ മാത്രമല്ല, അവിടെ വസിക്കുന്ന ജനങ്ങളാണ് എന്നാണ് പറഞ്ഞത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ പ്രഖ്യാപിച്ചത്. ഓർക്കുക, രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ്
ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് ഏതാണ്? വേഴ്സായി കൊട്ടാരമാണ്. ഓർത്തിരിക്കുക, ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഏത്? വേഴ്സായി കൊട്ടാരം. അതുപോലെ തന്നെ നമുക്കൊന്നുകൂടെ നോക്കാം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം. ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ്. അടുത്തത് ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം. ഓർത്തിരിക്കുക, ഈ ലൂയി രാജാക്കന്മാരുടെ വംശം അറിയപ്പെട്ടിരുന്നത് ബോർബൻ രാജവംശം എന്നാണ്. ഓർത്തിരിക്കുക, ബോർബൻ വംശം എന്നാണ് ഇത് ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ ഓർക്കാൻ, ലൂയി രാജാക്കന്മാര് ബോറന്മാരാണ് എന്ന് ഓർത്താൽ മതി. ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ഇത്? ബോർബൻ വംശം. അങ്ങനെ ഓർത്തിരിക്കുക. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു അന്നത്തെ സാമൂഹിക ഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ ഓർക്കുക, ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ്. പ്രധാനമായിട്ടും എത്ര എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരുടേതായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രഭുക്കന്മാരുടേതായിരുന്നു എന്ന കാര്യം ഓർക്കുക. നമുക്കൊന്നുകൂടെ നോക്കാം. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ആണ് ബോർബൻ വംശം. അപ്പോൾ ഓർക്കുക, ലൂയി രാജാക്കന്മാർ ബോറന്മാരായിരുന്നു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, നമുക്കത് കിട്ടും. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ബോർബൻ വംശം. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ്. 3 എസ്റ്റേറ്റുകളാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന്. കച്ചവടക്കാർ, എഴുത്തുകാർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, അതുപോലെ തന്നെ കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരടങ്ങിയതായിരുന്നു ഏത്? മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണ ജനങ്ങളായിരുന്നതിനാൽ തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ വിശേഷിപ്പിച്ചിരുന്നത് കോമൺസ് എന്ന പേരിലാണ്. ഓർക്കുക, കോമൺസ് എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അറിയപ്പെട്ടത് ഏത് എസ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓർക്കുക, മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ, എഴുത്തുകാർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, അതുപോലെ തന്നെ കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരടങ്ങിയതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്നത് കോമൺസ് എന്ന പേരിലാണ്. എന്താണ്? കോമൺസ് എന്ന പേരിലാണ്. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ് ജനറൽ. സ്റ്റേറ്റ് ജനറൽ അതായത് അവിടുത്തെ ജനപ്രതിനിധി സഭ അറിയപ്പെട്ടിരുന്നതാണ് ഏത്? സ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ. ജനപ്രതിനിധി സഭ അറിയപ്പെട്ടിരുന്നതാണ് ഏത്? സ്റ്റേറ്റ് ജനറൽ എന്ന്. സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണ്? 3 തന്നെയായിരുന്നു. സ്റ്റേറ്റ് ജനറൽ അംഗസംഖ്യ, അതായത് 3 എസ്റ്റേറ്റുകളിലും ഉൾപ്പെട്ടിരുന്ന, അതായത് പുരോഹിതന്മാരിൽ നിന്നും ഒരു ഇത്ര ആൾക്കാർ, അതുപോലെ പ്രഭുക്കന്മാര്, സാധാരണ ജനങ്ങൾ, അങ്ങനെ അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരായിരുന്നു. ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷമാണ് 1789. അതും ഓർത്തിരിക്കുക. എത്രയാണ്? ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി. അപ്പോൾ ഇവര് നികുതികൾ ചുമത്തുമായിരുന്നു. അതിൽ ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ചോദിച്ചാൽ ഏതാണ്?
1789 എന്ന കാര്യം ഓർത്തിരിക്കുക. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ? ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മുൻ വർഷങ്ങളിൽ PSC ധാരാളം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോട്ട് പ്രതിജ്ഞയുടെ വർഷം 1789 ജൂൺ 20 എന്ന കാര്യവും ഓർത്തിരിക്കുക. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നാണ് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും ബാധിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ. അതായത് പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഓരോ അംഗത്തിനും ഓരോ വോട്ടൊന്നും വേണ്ട എന്നും, അതായത് ഓരോ എസ്റ്റേറ്റിനെയും പ്രതിനിധീകരിച്ച് ഒരു വോട്ട് വീതം മതി എന്നുമാണ് ആര് വാദിച്ചത്? ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം 1789. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം ചോദിച്ചാൽ 1789 ജൂൺ 20 എന്ന കാര്യം ഓർക്കുക. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും ബാധിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ. മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് വാദിച്ചത് ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓർക്കുക, ആദ്യത്തെ 2 എസ്റ്റേറ്റ് എന്താണ് പറഞ്ഞത്? ഓരോ അംഗത്തിനും ഓരോ വോട്ട് എന്ന രീതിയിൽ വേണ്ട, ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് വീതം മതി എന്ന്. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്താണ് പറഞ്ഞത്? അത് പോരാ, ഓരോ അംഗത്തിനും ഓരോ വോട്ടിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്നതുമായി സംബന്ധിച്ച് അവർക്കിടയിൽ എന്ത് ചെയ്യുന്നു? ഒരു തർക്കം നിലനിന്നു. ഈ തർക്കത്തിനിടയിൽ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. ദേശീയ അസംബ്ലി ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ട് ഒത്തുചേരുകയും അവർക്കൊരു ഭരണഘടന ആവശ്യമാണ് എന്ന വാദം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്താ ചെയ്തേ? മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവം അറിയപ്പെടുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ ആരൊക്കെയാണ്? സാധാരണ ജനങ്ങളാണ്. അവരെന്ത് ചെയ്തു? അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അതിനുശേഷം അവരെന്താണ് പറഞ്ഞത്? അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത്. അവര് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ ഭരണഘടന തയ്യാറാക്കിയാൽ മാത്രമേ തങ്ങൾ പിരിയുകയുള്ളൂ എന്നും എന്ത് ചെയ്തു? പ്രതിജ്ഞ ചെയ്തു. ആ സംഭവം അറിയപ്പെടുന്ന പേരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവം അറിയപ്പെടുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. ബോർബൻ രാജാക്കന്മാരുടെ, അതായത് ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ഇത് ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത് ഈ രാജാക്കന്മാരുടെ ഒരു പ്രതീകമായിരുന്നു, അധികാരത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ഇത് ബാസ്റ്റിൽ ജയിൽ. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം ഏതാണ്? 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർത്തത്. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നതും ഈ ജൂലൈ 14 എന്ന കാര്യം ഓർത്തിരിക്കുക. ബാസ്റ്റിൽ ജയിൽ തകർത്ത ജൂലൈ 14 തന്നെയാണ് ഫ്രഞ്ച് ദേശീയ ദിനമായി
ആചരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നതും ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ആരംഭഘട്ടം അല്ലെങ്കിൽ ഒരു ആരംഭ നടപടി എന്ന് നമ്മൾ കണക്കാക്കുന്നതും ഏതിനെയാണ്? ഈ ബാസ്റ്റിൽ ജയിൽ ആക്രമണത്തിനെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ബാസ്റ്റിൽ ജയിൽ ആക്രമണം ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണിത്. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം ചോദിച്ചാൽ ഓർത്തിരിക്കുക 1789 ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ഈ ബാസ്റ്റിൽ ജയിൽ തകർത്ത ജൂലൈ 14. അപ്പോൾ ഫ്രഞ്ച് ദേശീയ ദിനം ജൂലൈ 14. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. നമ്മൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ പോയിന്റ്സ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാരണം ഇപ്പോൾ PSCയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് വിശദമായിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ നേരത്ത് കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അടുത്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യാവകാശ പ്രഖ്യാപനം നമുക്ക് നോക്കാം. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷമാണ് 1789 ഓഗസ്റ്റ് 12. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് എന്തെന്ന് പ്രഖ്യാപിച്ചത്? അവരാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത്. ആ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷമാണ് ഇത് 1789 ഓഗസ്റ്റ് 12. ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത് ഏതിലാണ്? ഏത് വർഷമാണ്? 1789. മാസങ്ങളുടെ വ്യത്യാസമാണ്. അപ്പൊ നമ്മളത് ഓർത്തിരിക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, അതുപോലെ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇതൊക്കെ നടക്കുന്നത് ഏതു വർഷമാണ്? 1789 എന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടേതാണ് എന്ന കാര്യം ഓർക്കുക. പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം 1792 സെപ്റ്റംബർ ആണ്. അപ്പോൾ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ അതെന്നാണ്? 1792 സെപ്റ്റംബറിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. മനുഷ്യാവകാശ പ്രഖ്യാപനം. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം 1789 ഓഗസ്റ്റ് 12. ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടേതാണ്. അതുപോലെ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 1792 സെപ്റ്റംബർ. ഇപ്പൊ ഫ്രാൻസിൽ നിലനിന്നിരുന്നത് ഒരു ഭീകരവാഴ്ചയായിരുന്നു ആ കാലഘട്ടത്ത് നിലനിന്നിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം, അതായത് ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി എന്ത് ചെയ്തു? നിയമിച്ചു. അത് രൂപീകരിച്ച വർഷമാണ് 1793 ജൂലൈ. എന്നാണ് 1793 ജൂലൈയിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി നിയമിച്ചു. പൊതു സുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആയിരുന്നു. പൊതു സുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ്. അതുപോലെ പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മിറാബോ, ഡാൻഡൻ എന്നിവർ. ആരൊക്കെയാ? മിറാബോ, ഡാൻഡൻ. ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ മിറാബോ, ഡാൻഡൻ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഏത്? ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം എങ്ങനെയാണ്? തല അറുത്ത് കളയുന്ന ഒരു യന്ത്രമാണ് ഇത് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1793 ജൂലൈ. പൊതു സുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആയിരുന്നു. പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മിറാബോ, ഡാൻഡൻ. ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ മിറാബോ, ഡാൻഡൻ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയും
ആരാണെന്ന് ചോദിച്ചാൽ, അപ്പം നമ്മൾ പറഞ്ഞു കഴുത്ത് അറുത്ത് കളയുന്ന ഒരു യന്ത്രമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് ആര് വധിക്കപ്പെട്ടു? ചക്രവർത്തിയും ഭാര്യയുമായ ലൂയി 16 ഭാര്യ മേരി അന്റോണിയേറ്റും എന്ത് ചെയ്തു? വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ഇവർ വിചാരണയ്ക്ക് വിധേയരായതിനു ശേഷം ലൂയി 16 അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ഭരണം നടത്തിയിരുന്നത് നമ്മൾ പറഞ്ഞു ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെ വളരെയധികം കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ത്രീയായിരുന്നു. അവരാണ് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കഴിക്കാൻ കേക്കില്ലേ, കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി ആന്റോണിയേറ്റ് ആണ്. കാരണം അവർക്ക് അതിനെപ്പോലെ കുറിച്ച് പോലും എന്തുണ്ടായിരുന്നില്ല? അറിവുണ്ടായിരുന്നില്ല. അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു ഇവര് നയിച്ചിരുന്നത്. അപ്പോൾ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയും ആരാണെന്ന് ചോദിച്ചാൽ അത് ലൂയി 16 ഭാര്യ മേരി അന്റോണിയേറ്റുമായിരുന്നു. ലൂയി 16 ഭാര്യ മേരി അന്റോണിയേറ്റും ആയിരുന്നു. ശാസ്ത്രജ്ഞനായ അന്റോണിയോ ലാവോസിയ ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട പ്രമുഖനാണ്. ഈ ഗില്ലറ്റിനാൽ തന്നെ വധിക്കപ്പെട്ട പ്രമുഖനായ ശാസ്ത്രജ്ഞനാണ് ആര്? അന്റോണിയോ ലാവോസിയ. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഗില്ലറ്റിന് ഇരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവ്. ഈ പൊതുസുരക്ഷാ കമ്മിറ്റി നമ്മൾ പറഞ്ഞു ഇവരാണ് എന്ത്? ശത്രുക്കൾ എന്ന് തോന്നിയവരെ ഗില്ലറ്റിനാൽ വധിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ തന്നെ ഒരു അംഗം എന്ത് ചെയ്തു? ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടു. അതാരാണ്? റോബിസ്പിയർ. നമ്മൾ പറഞ്ഞു ഈ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയിരുന്ന റോബിസ്പിയറും എങ്ങനെയാണ് അവസാനം മരിച്ചത്? ഗില്ലറ്റിനാൽ തന്നെ വധിക്കപ്പെടുകയായിരുന്നു. രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്ന പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. ഓർത്തിരിക്കുക, രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്നതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. വർഷം ഓർത്തിരിക്കുക 1792 സെപ്റ്റംബറിലാണ്. അപ്പൊ നമുക്ക് ഒന്നോടെ നോക്കാം. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയും ലൂയി 16 ഭാര്യ മേരി അന്റോണിയേറ്റും. ശാസ്ത്രജ്ഞനായ അന്റോണിയോ ലാവോസിയ ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട പ്രമുഖനാണ്. ഗില്ലറ്റിന് ഇരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവാണ് റോബിസ്പിയർ. അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്ന പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. വർഷം ഓർത്തിരിക്കുക 1792 സെപ്റ്റംബറിലാണ് ഇത് സെപ്റ്റംബർ കൂട്ടക്കൊല നടന്നത്. ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടിരുന്നതാണ് ഇത് ഭീകരവാഴ്ച എന്ന പേരിൽ. അപ്പോൾ ഓർക്കുക, ഇതുപോലെ ശത്രുക്കൾ എന്ന് തോന്നുന്ന ആളുകളെ ഗില്ലറ്റിനാൽ വധിക്കുന്ന ആ ഒരു രീതി നിലനിന്നിരുന്ന ആ ഒരു അവസ്ഥയെ പറയുന്നതാണ് ഭീകരവാഴ്ച എന്ന്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഗോപുരമാണ് ഇത് ഈഫൽ ടവർ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഈഫൽ ടവർ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ചതാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ VFAയുടെ ഒരു കോഴ്സ് മിൻറ്റിൻ്റെ ആപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം, ചിന്തകരും ആശയങ്ങളും പ്രധാനപ്പെട്ട ആളാണ് ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഇത് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്ട്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ചോദിച്ചാലും ഏതാണ്? ദ സോഷ്യൽ കോൺട്രാക്ട് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ PYQ ആണ്, ഓർത്തിരിക്കുക. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്.
ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചു. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത്, ദ സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന കൃതിയാണ് ഇത്, ദ സോഷ്യൽ കോൺട്രാക്ട്. ഓർത്തിരിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ദ സോഷ്യൽ കോൺട്രാക്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച കൃതിയാണ് ഇത്, എമിലി എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അതും റൂസോയാണ്. മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണ്? സ്വതന്ത്രനായിട്ടാണ്. പക്ഷെ എല്ലായിടത്തും എന്തുണ്ട്? അവൻ ചങ്ങലകളിലാണ്, ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് ആര്? വോൾട്ടയർ. യുക്തി, ചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനുമാണ് ആര്? വോൾട്ടയർ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ദ ഏജ് ഓഫ് ലൂയി 16. ദ ഏജ് ഓഫ് ലൂയി 16 എന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മൊണ്ടസ്ക്യൂ, ദ സ്പിരിറ്റ് ഓഫ് ലോ. ദ സ്പിരിറ്റ് ഓഫ് ലോ എന്നത് ആരുടേതാണ്? മൊണ്ടസ്ക്യൂവിൻ്റെ ആണ്. അപ്പോൾ ഓർത്തിരുന്നാൽ മതി, സ്പിരിറ്റ് കിട്ടാൻ ക്യൂ നിൽക്കുന്ന കാര്യം ഓർത്താൽ മതി. ദ സ്പിരിറ്റ് ഓഫ് ലോ, മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് ആര്? മൊണ്ടസ്ക്യൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. എങ്ങനെയാണ്? 3 വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യൂ ആണ്. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. നെപ്പോളിയൻ അറിയപ്പെടുന്നത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. ഓർത്തിരിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. അതുപോലെ ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും നെപ്പോളിയൻ ബോണപ്പാർട്ട് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1799 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷമാണ് 1804 എന്ന കാര്യവും ഓർത്തിരിക്കുക. 1814 നെപ്പോളിയനെ ആദ്യമായി നാടുകടത്തിയ ദ്വീപാണ് എൽബ ദ്വീപ്. ഏതാണ്? എൽബ ദ്വീപിലേക്കാണ് നെപ്പോളിയനെ ആദ്യമായിട്ട് നാടുകടത്തിയത്. യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടമായ യുദ്ധം. പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് ഇത്, വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധം ഇയറും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1815 ഏത് വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? നെപ്പോളിയൻ പരാജയപ്പെട്ടു. പരാജയപ്പെടുത്തിയത് ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. ഓർത്തിരിക്കുക, ആർതർ വെല്ലസ്ലി ആണ് പരാജയപ്പെടുത്തിയത്. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേരാണ് കോപ്പൻഹെഗൻ. കോപ്പൻഹെഗൻ എന്നതാണ് ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേര്. അതുപോലെ നെപ്പോളിയന്റെ കുതിരയുടെ പേരാണ് മാരംഗോ. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. അദ്ദേഹം മൈസൂർ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് എന്ത് നട്ടു? സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. എന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് നട്ടത്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാലും അതാരാണ്? ടിപ്പു സുൽത്താനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയും ആരായിരുന്നു? ടിപ്പു സുൽത്താനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മിന്റിൻ്റെ ആപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോഴ്സാണിത്. താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ്
മന്ത്ലി വീക്ക്ലി ടെസ്റ്റ് സീരീസ് ഇതെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ മെൻറ്റർഷിപ്പും അവൈലബിൾ ആണ്. ആപ്പിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്